നമസ്കാരം. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്ത. പന്തീരാങ്കാവിലെ ഭർത്തൃവീട്ടിൽ നേരിട്ട ക്രൂരതകൾ 24-നോട് തുറന്നു പറഞ്ഞ് നവവധു. കൂടുതൽ സ്വർണവും ആവശ്യപ്പെട്ട് മർദ്ദിച്ചുവെന്നാണ് യുവതി വെളിപ്പെടുത്തിയത്. ചാർജറിന്റെ കേബിൾ കഴുത്തിൽ കുരുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. പ്രതി രാഹുൽ ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്ന് സംശയമുണ്ടെന്നും യുവതി പറഞ്ഞു. അമ്മ എന്നോട് സ്ത്രീധനം കുറഞ്ഞു പോയി എന്നുള്ള പേരിൽ വെച്ചിട്ട് കിച്ചണിൽ വെച്ചിട്ട് എപ്പോഴും എൻ്റെ മകൻ ഇതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ടെന്നുള്ള പേരിൽ എന്നോട് ഉള്ളൊരു സംഭാഷണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ അമ്മയും മകനും ചേർന്ന് ഡോറ് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംസാരിച്ചു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ട് രാഹുലിനോട് ചോദിച്ചു, എന്താ അമ്മ പറഞ്ഞത്? അപ്പോൾ നീ അത് തൽക്കാലത്തേക്ക് നീ അത് അറിയണ്ട എന്നുള്ള രീതിയിലാണ് രാഹുൽ എന്നോട് പറഞ്ഞത്. മർദ്ദിക്കുന്നത് വീട്ടിൽ വന്നതിന് ശേഷമാണ്. അതും എനിക്ക് ഇതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട് ഞാൻ എന്നുള്ള രീതിയിൽ അതെപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ നമ്മളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത്. കൈമുഷ്ടി വെച്ചിട്ട് എൻ്റെ തലയുടെ ഇവിടെ തലയുടെ ഇവിടെ സൈഡിൽ ഇടിച്ചു, പിന്നെ ബാക്കിലിടിച്ചു, പിന്നെ നെറ്റിയുടെ ഇവിടെ ആ മുഷ്ടി വെച്ചിട്ട് തന്നെ ഇടിച്ചു, പിന്നെ ചാർജറിൻ്റെ കേബിൾ വെച്ചിട്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ നോക്കിയായിരുന്നു തന്നെ. പിന്നെ കുരിശ് നിർത്തിയിട്ട് പുറത്ത് ഇടിച്ചായിരുന്നു. അന്ന് തന്നെ നമ്മൾ കോഴിക്കോട് ഹോസ്പിറ്റലിൽ പാരൻസ് വന്നിട്ട് തന്നെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം അവിടെ കോഴിക്കോട് തന്നെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. ഞാൻ അവിടെ ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഞാൻ അവിടെയും പറഞ്ഞു. പക്ഷേ എനിക്ക് കിട്ടിയത് ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞതൊന്നും അതിൽ അവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പരാതിയുമായി ചെന്നപ്പോൾ പന്തീരാങ്കാവ് പോലീസ് മോശമായി പെരുമാറിയെന്നും നീതി ലഭിച്ചില്ലെന്നും യുവതിയുടെ അമ്മ പറഞ്ഞു. പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഡോക്ടർക്കെല്ലാം കൃത്യമായി മനസ്സിലായി. എന്ന് വെച്ചാൽ ഇതുപോലെയല്ല ചെല്ലണത്, ഒരു ഭീകരാവസ്ഥയാണ്. അതെല്ലാം മനസ്സിലാക്കി ഞങ്ങൾ ഇവിടെ വന്നു. പക്ഷേ പന്തീരാങ്കാവ് പോലീസ് വളരെ മോശമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് ഏതൊരാൾക്കും, ഒരു പെൺകുട്ടിയെന്ന് തന്നെയല്ല, ഈ ലോകത്തുള്ള ഓരോ വ്യക്തിക്കും മനുഷ്യനെയും നീതി കിട്ടണം. ആ നീതി പക്ഷേ അവർ തന്നില്ല. അവൻ പൈസ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് ആസ്പത്രിയിൽ ചെല്ലുമ്പോൾ ഇവനും ഇവൻ്റെ ഫ്രണ്ട്സും അവിടെ ഉണ്ട്. അവരുടെ തോളത്ത് കൈയിട്ടാണ് പോലീസുകാർ നടക്കുന്നത്. അപ്പം സിഎക്ക് എങ്ങനെ അവിടെയുള്ള എല്ലാവർക്കും സിഎ തുടങ്ങി അടിവരുള്ളവർക്ക് ഇവരെ രമ്യതയിൽ എത്തിച്ച് പറഞ്ഞെടുക്കണം. കുടുംബത്തിന്റെ പരാതിയിൽ യുവതിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. പരാതിക്കാരിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തും. പ്രതി രാഹുലിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനാണ് നീക്കം. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന അഭിജിത്ത് മുഴക്കുന്ന് തത്സമയം ലൈവ് ന്യൂസിൽ. അഭിജിത്ത്, ഇന്നിപ്പോൾ ഈ യുവതി പറയുമ്പോൾ അത് കൂടുതൽ എത്രത്തോളം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്? ഇന്ന് എത്ര ക്രൂരമായ മർദ്ദനത്തിന് ആ പെൺകുട്ടി വിധേയയായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുകയാണ്. അതും വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ക്രൂരമായ മർദ്ദനം, കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നത് എന്ന് ആ പെൺകുട്ടി പറയുന്നു. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പീഡനം എന്ന തരത്തിലേക്ക് തന്നെയാണോ നമ്മൾ ഇതിനെ കാണേണ്ടത്? ഇതിപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ മോശം പെരുമാറ്റം, അത് ഏത് തരത്തിലേക്കാണ് അവർക്ക് നീതി കൊടുക്കാതെ ഇത് രമ്യതയോടെ ഒത്തുതീർപ്പാക്കി പറഞ്ഞ കാര്യങ്ങൾ പോലും മൊഴിയിൽ മുഴുവൻ വന്നിട്ടില്ല എന്ന് പെൺകുട്ടി പറയുമ്പോൾ അവിടെയും നടന്നിട്ടുള്ള വലിയ അലംഭാവമുണ്ടല്ലോ. തീർച്ചയായും അനുജ, ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ അത് അതീവ ഗൗരവതരമാണ്. കാരണം വലിയ രീതിയിലുള്ള പീഡനം തനിക്ക് ഈ ഭർത്താവായ രാഹുലിന്റെ വീട്ടിൽ വെച്ച് ഏറ്റു. തനിക്ക് അത്ര വലിയ രീതിയിലുള്ള പീഡനം ഏൽക്കേണ്ടി വന്നു എന്നുള്ള പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ അത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഏതൊക്കെ രീതിയിലുള്ള പീഡനങ്ങളിലൂടെയാണ് താൻ കടന്നുപോയത് എന്ന് അക്കമിട്ട് പെൺകുട്ടി വിവരിക്കുന്നുണ്ട്. ഈ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് കഴുത്തിൽ വരിഞ്ഞു മുറുക്കുക, അടിക്കുക, അങ്ങനെ വലിയ പീഡനം ഈ കുട്ടിക്ക്, മർദ്ദനം ഈ കുട്ടിക്ക്. ഈ തൻ്റെ കേവലം 7 ദിവസം മാത്രം ഭർത്താവിനൊപ്പം ഈ പെൺകുട്ടി താമസിച്ചത് എന്ന് ഓർക്കുക. ആ ഒരു 7 ദിവസത്തിനിടയിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള പീഡനം ആ പെൺകുട്ടി അവിടെ അനുഭവിച്ചു എന്ന് ഓർക്കുമ്പോൾ അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സംഭവത്തിൽ നിലവിൽ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുടുംബം ഉന്നയിച്ച മൊഴി അത് പൂർണ്ണമായും പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. കൂടാതെ ഇയാൾക്കെതിരെ ഈ ആരോപണ വിധേയനായ ഭർത്താവ് രാഹുലിനെതിരെ പോലീസ് നിലവിൽ ചുമത്തിയിട്ടുള്ളത് ഗാർഹിക പീഡനം, കൂടാതെ ആക്രമിച്ചു പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ്. വധശ്രമം കൂടി ഈ യുവാവിനെതിരെ ചുമത്തണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇക്കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകിയിട്ടുള്ളത്. ഇതിൽ പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് തങ്ങൾ പരാതിയുമായി എത്തുമ്പോൾ അത്ര ഗൗരവമായി തങ്ങളുടെ പരാതിയെ പോലീസ് സമീപിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മോശമായ രീതിയിൽ പോലീസ് തങ്ങളോട് പെരുമാറി എന്നുള്ള ഒരു ആരോപണം കൂടി നിലവിൽ ഈ കുടുംബത്തിന്റെ
ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അഭിജിത്ത്, ഏതായാലും അതായത് ഈ ഇക്കാര്യത്തിൽ പ്രതിയുമായി പോലീസ് ഒരു ഒത്തുതീർപ്പിന് എത്തുന്നു എന്ന് പറയുന്ന അതിന്റെ ഒരു സാഹചര്യം എന്താണ്? അതായത് അവരുമായി സൗഹൃദമുണ്ട് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ മാതാവ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് ഒത്തുതീർപ്പാക്കാൻ പോലീസ് ശ്രമിക്കുന്ന ഒരു സാഹചര്യം സാധാരണഗതിയിലൊക്കെ നമ്മൾ ഇങ്ങനെ പരാതികൾ വരുമ്പോഴൊക്കെ പലപ്പോഴും പോലീസ് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഇത് എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്, നിങ്ങൾ രമ്യതയോടെ ഒരുമിച്ച് പോകണമെന്ന് പറഞ്ഞു വിടുന്നു. അതിനപ്പുറത്തേക്ക് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള മറ്റെന്തെങ്കിലും താല്പര്യം പോലീസിനുള്ളതായി നമുക്കറിയാമോ? പന്തീരാങ്കാവിൽ നവവധുവിനുണ്ടായ ക്രൂര മർദ്ദനം, വധശ്രമമാണ് യഥാർത്ഥത്തിൽ നടന്നത്. ആ വാർത്ത പുറത്തു കൊണ്ടുവന്ന അഭിജിത്ത് മുഴക്കുന്ന് കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. നമ്മൾ അഭിജിത്തിലേക്ക് തിരികെ എത്തും. ഇന്നിപ്പോൾ ഈ പെൺകുട്ടി ഒപ്പം പെൺകുട്ടിയുടെ മാതാവ് 24 സംസാരിക്കുമ്പോൾ ക്രൂരമായ പീഡനത്തിന് വിധേയമായിട്ടുണ്ട് എന്ന കാര്യം ആ പെൺകുട്ടി തുറന്നു പറയുകയാണ്. തന്നെ സഹായിക്കാനായി ആരും എത്തിയില്ല എന്ന് പറയുന്നു. പോലീസ് ആകട്ടെ അത് കൃത്യമായ രീതിയിലല്ല ഇടപെടൽ നടത്തിയത് എന്ന് കൂടി പെൺകുട്ടിയും മാതാവും ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. തങ്ങൾക്ക് നീതി വേണം എന്ന് തന്നെ പറയുന്നു. അഭിജിത്ത്, ഞാൻ നേരത്തെ ചോദിച്ചത് കേട്ടിരുന്നു. അതായത് പ്രതിയുമായി എന്തെങ്കിലും തരത്തിലൊരു ഇതിനപ്പുറത്തേക്ക് ഈ കേസ് ഒതുക്കി തീർക്കാൻ പോലീസിന് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അനുജ, അക്കാര്യത്തിൽ നമ്മൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ പോലീസുമായി സംസാരിച്ചിരുന്നു. പോലീസ് അക്കാര്യങ്ങളൊക്കെ നിഷേധിക്കുകയാണ്. കുടുംബത്തിന്റെ ആരോപണം ഏതായാലും പോലീസ് ഈ ഘട്ടത്തിൽ നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതായത് ഈ രീതിയിൽ മോശമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു സ്റ്റാൻഡ്. അത് തന്നെയാണ് പോലീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാകാം ഒരു അന്വേഷണത്തിലേക്ക്, അതായത് കൂടുതൽ മൊഴി ശേഖരിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് നിലവിൽ എത്തിച്ചേരുന്നത്. ഈ സംഭവം ഉണ്ടാകുന്നത് 5-നും പരാതിയുമായി കുടുംബം എത്തുന്നത് 12-നുമാണ്. അന്ന് തന്നെ പോലീസ് കേസെടുക്കുന്നുണ്ട്. ഈ യുവാവിനെതിരെ FIR ഇട്ട് 2 വകുപ്പുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരമുള്ള ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള 2 വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുക്കുന്നുണ്ട്. അതിലൊന്ന് 498A ആണ് ഗാർഹിക പീഡനം. അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഈ 2 വകുപ്പുകൾ ചേർത്ത് പോലീസ് അപ്പോൾ തന്നെ കേസെടുക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വധശ്രമം എന്ന വകുപ്പ് ചേർത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം വലിയ രീതിയിൽ ഈ പീഡനം അനുഭവിക്കുന്നത് വഴി അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ഈ രാഹുലിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളൊരു ആരോപണം ഈ യുവതിയുടെ ഭാഗത്തുനിന്ന് കൂടി വരുന്നുണ്ട്. ഏതായാലും ആ ഒരു സന്ദർഭത്തിൽ പോലീസ് ഏതായാലും ഈ കൂടുതൽ വിശദമായ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും ആ ഒരു നീക്കം നടത്തുക വഴി കൂടുതൽ വകുപ്പുകൾ ചേർക്കണോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അനുജ, വീണ്ടും മൊഴി രേഖപ്പെടുത്തും. ഒപ്പം തന്നെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തി പ്രതി രാഹുലിനെതിരെയും നടപടി ശക്തമാക്കാൻ പോലീസ് ഇനിയും അത്തരത്തിലേക്കുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു എന്ന വിവരമാണ് അഭിജിത്ത് മുഴക്കുന്ന് നൽകിയത്. മറ്റൊരു വാർത്ത, ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിതയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് മൃതദേഹം. എബിൻ ജോസ് വിവരങ്ങളുമായി. എബിൻ, 17 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു. എന്ത് സംഭവിച്ചിരിക്കാം എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണ വിവരങ്ങൾ. ഈ ഘട്ടത്തിൽ അവരെ പുറത്തുവിടുന്നത് എന്താണ്? വിവരം കൊലപാതകമാണെന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരടക്കം ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. രാവിലെ 10:45 കൂടിയാണ് വീടിനോട് ചേർന്നുള്ള മുറിയിൽ ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 2 വർഷം മുമ്പുണ്ടായ പോക്സോ കേസിലെ അതിജീവിതയാണ് ഈ പെൺകുട്ടി. അപ്പോൾ ആ സാഹചര്യങ്ങൾ നിലനിൽക്കെ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ഈ മുറിയിലേക്ക് പുറത്തുനിന്ന് ആളുകൾക്ക് കയറാം, അതായത് പുറത്തുനിന്ന് വീടിനുള്ളിൽ പ്രവേശിക്കാതെ തന്നെ ഈ മുറിയിലേക്ക് കയറാവുന്ന സാഹചര്യവും ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ആളുകൾ എത്തിയിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. സമീപത്തുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധനകൾ നടത്തുകയാണ്. ഇതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി നടത്തും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരിക്കും ഈ മരണകാരണം എന്തെന്ന് വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇരട്ടയാറിലാണ് പോക്സോ കേസ് അതിജീവിതയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് മൃതദേഹം. അതുകൊണ്ട് തന്നെ ഒരു കൊലപാതകമാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യെല്ലോ അലേർട്ടാണ്, ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ട്, അതായത് അതിശക്തമായ മഴ 2 ജില്ലകളിൽ എന്നുള്ളതാണോ മുന്നറിയിപ്പ്?
അനുജ, വരുന്ന 5 ദിവസത്തേക്കാണ് കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിശക്തമായ മഴ ചില ജില്ലകളിൽ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പറയുന്നത്. 2 ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായ രീതിയിൽ മഴ പെയ്യുമെന്നുള്ള സൂചനയാണ് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്ന ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലയിലായിരിക്കും വലിയ മഴ ഇന്ന് ലഭിക്കുന്നത്. ഇതിനു പുറമെ 8 ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. ഈ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് പ്രധാനമായും കൂടുതൽ മഴ ലഭിക്കുക. വരും ദിവസങ്ങളിലും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 3 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ്. വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ജില്ലകളിൽ മഴ കൂടുതൽ ശക്തമാവുക. ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മലയോര മേഖലകളിലും വരും ദിവസങ്ങളിലും ഈ വരും മണിക്കൂറുകളിലും കൂടുതൽ മഴ ലഭിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. നിലവിൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല. വരും മണിക്കൂറുകളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ മാറ്റം വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഈ വരും ദിവസങ്ങളിൽ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. അനുജ, ഇന്നിപ്പോൾ അതിശക്തമായ മഴ. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, മറ്റ് 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. വരും ദിവസങ്ങളിലും മഴ തുടരും. നാളെയൊക്കെ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വീട്ടമ്മയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാറനല്ലൂർ സ്വദേശി ജയയാണ് മരിച്ചത്. മകൻ ബിജു കെ നായരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, മകനെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാഹചര്യം എന്താണ്? പോലീസ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ? അനുജ, ഇന്ന് ഉച്ചയ്ക്കാണ് തിരുവനന്തപുരം മാറനല്ലൂരിലെ കൂവളശ്ശേരിയിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 58 വയസ്സുള്ള ജയയാണ് മരിച്ചത്. വീടിനുള്ളിൽ മർദ്ദനമേറ്റ നിലയിലാണ് ജയയുടെ മൃതശരീരം കണ്ടത്. ഈ മാറനല്ലൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുകയാണ്. ഈ മകൻ ബിജു, 32 വയസ്സുള്ള ബിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾ സ്ഥിരം മദ്യപാനി എന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല, മുമ്പും നിരവധി തവണ മദ്യപിച്ച് വന്ന് അമ്മയെ ഉപദ്രവിക്കുന്ന പതിവുണ്ടായിരുന്നതായും നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ഈ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം ഈ മകൻ അമ്മയെ മർദ്ദിച്ചു എന്നുള്ളൊരു വിവരം നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു. ഇതിനെ തുടർന്ന് മകന്റെ മർദ്ദനമാണ് മരണകാരണമെന്നാണ് പോലീസിന് സംശയം. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ. എന്തായാലും ഈ മകൻ ബിജു കെ നായരെ ഇപ്പോൾ മാറനല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുടർന്ന് ചോദ്യം ചെയ്തു വരികയാണ്. അനുജ, തിരുവനന്തപുരം മാറനല്ലൂരിലാണ് വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാട്ടാക്കടയിലാണിത്. മകൻ കസ്റ്റഡിയിലാണ്. മകന്റെ മർദ്ദനത്തെ തുടർന്നാണ് മരണം എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കണ്ണൂർ വിസ്മയ വാട്ടർ തീം പാർക്കിൽ യുവതിക്കെതിരെ ലൈംഗികാതിക്രമം. കാസർഗോഡ് പെരിയ കേന്ദ്ര സർവകലാശാലയിലെ പ്രൊഫസർ പഴയങ്ങാടി സ്വദേശി ബി ഇഫ്തിഖർ അഹമ്മദ് അറസ്റ്റിലായി. പാർക്കിലെ വേവ് പൂളിൽ വെച്ച് യുവതിയോട് മോശമായി പെരുമാറിയെന്നാണ് പരാതി. നേരത്തെ സർവകലാശാല വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയതിന് ഇയാൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, ഈ പ്രൊഫസർ അറസ്റ്റിലാണല്ലോ. കൂടുതൽ നടപടിക്രമങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പോലീസ് പറയുന്നുണ്ടോ? ഈ പാർക്കിൽ സംഭവിച്ചത് എന്താണ്? അനുജ, ഇന്നലെ വൈകിട്ടാണ് പരാതിക്ക് ആധാരമായ സംഭവം കണ്ണൂർ പറശ്ശിനിക്കടവിലെ വിസ്മയ വാട്ടർ തീം പാർക്കിൽ വെച്ച് നടന്നത്. ഇഫ്തിഖർ അഹമ്മദ് അവിടെ പാർക്കിൽ എത്തിയിരുന്നു. മലപ്പുറം സ്വദേശിനിയായ യുവതിയും കുടുംബത്തോടൊപ്പം ആ പാർക്കിൽ എത്തിയിരുന്നു. അവിടെ വേവ് പൂളിൽ വെച്ച് യുവതിയെ കയറി പിടിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തു എന്നതാണ് പരാതി. യുവതി ബഹളം വെച്ചു. പിന്നാലെ പാർക്കിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഇടപെട്ടു. പിന്നാലെ പാർക്ക് അധികൃതർ പോലീസിനെ വിളിച്ചു. തളിപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. ഇയാളെ അറസ്റ്റ് ചെയ്തു. പിന്നീട് കോടതിയിൽ ഹാജരാക്കി. കോടതി 2 ആഴ്ചത്തേക്ക് ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇദ്ദേഹം കാസർഗോഡ് പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗത്തിലെ പ്രൊഫസറാണ്. നേരത്തെയും ഇദ്ദേഹത്തിനെതിരെ സമാനമായ അതിക്രമ പരാതിയുണ്ട്. അതായത് ഈ ക്യാമ്പസിലെ തന്നെ കേന്ദ്ര സർവകലാശാല ക്യാമ്പസിലെ ബിരുദ വിദ്യാർത്ഥിനിയോടും മോശമായി പെരുമാറി എന്ന പരാതിയുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ബേക്കൽ പോലീസ് നേരത്തെ ഇയാൾക്കെതിരെ കേസെടുത്തതാണ്. ഒപ്പം ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ വളരെ പിന്നീട് സസ്പെൻഷൻ നടപടി പിൻവലിച്ച് ഇയാളെ തിരിച്ചെടുത്തതിലും വലിയ വിവാദമുണ്ടായിരുന്നു. ആ കേസ് തീർന്നിട്ടില്ല. അതിപ്പോഴും ലൈംഗികാതിക്രമ പരാതിയാണ്. അത് നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് മറ്റൊരു ലൈംഗികാതിക്രമ പരാതിയിൽ കൂടിയും ആരോപണ വിധേയനാകുന്നതും അറസ്റ്റിലാകുന്നതും എന്നതുകൂടിയും ശ്രദ്ധേയമാണ്. ഇദ്ദേഹം നേരത്തെ
തനിക്കെതിരെ ഉയർന്ന ആരോപണത്തിന്മേൽ അതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള വ്യാജ പരാതി എന്നും മറ്റും ഫേസ്ബുക്കിൽ കുറിക്കുകയും അങ്ങനെ ഒരു വിശദീകരണത്തിനും ന്യായീകരണത്തിനും ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ പലപ്പോഴും ഇദ്ദേഹത്തിനെതിരെ ആരോപിച്ചിട്ടുള്ളത് ഇദ്ദേഹം കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ എത്തുന്നതിന് മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലും സമാനമായ ചില ആരോപണങ്ങൾ നേരിട്ടു എന്ന വിമർശനമൊക്കെ ആ ഘട്ടത്തിൽ ചർച്ചയായതാണ്. ഏതായാലും ഇപ്പോൾ രണ്ടാമത്തെ ലൈംഗിക അതിക്രമ പരാതിയിലാണ് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ ബി ഇഫ്തിഖർ അഹമ്മദ് പ്രതിയാകുന്നത്. ലൈംഗികാതിക്രമ പരാതിയിലാണ് പ്രൊഫസർ ബി ഇഫ്തിഖർ അഹമ്മദ് അറസ്റ്റിലായത്. തിരികെ ലൈവ് ന്യൂസിലേക്ക്. LTTEക്കുള്ള നിരോധനം കേന്ദ്ര സർക്കാർ നീട്ടി. 5 വർഷത്തേക്കാണ് നിരോധനം നീട്ടിയത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കി. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, 2009 ശേഷവും LTTE അവരുടെ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നു. അത് ഇന്ത്യയിൽ അവരുടെ ബേസ് ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാനുള്ള നീക്കം, വിഘടനവാദ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണോ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി? ഇന്ത്യ വിരുദ്ധ സന്ദേശവുമായി LTTE മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. ഇറക്കിയ ഉത്തരവിലും കൃത്യമായി തന്നെ അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. അതായത് രാജീവ് ഗാന്ധി വധത്തിന് ശേഷം ആണ് LTTE നിരോധിക്കുന്നത്. അതിനുശേഷം ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി ഇതിൻ്റെ നിരോധനം നീട്ടുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ നീട്ടുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പ്രത്യേകമായി പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വേലുപ്പിള്ള പ്രഭാകരൻ മരിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം LTTEയുടെ മുതിർന്ന ആളുകളിൽ നിന്ന്, അവരുടെ ഭാരവാഹികളിൽ നിന്നൊക്കെ നേരത്തെ വന്നിരുന്നു. മാത്രമല്ല വേലുപ്പിള്ള പ്രഭാകരൻ്റെ മകളുടേതായിട്ടുള്ള ഒരു സന്ദേശം, ശബ്ദ സന്ദേശം സമാനമായ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. വേലുപ്പിള്ള പ്രഭാകരൻ്റെ മരണത്തിന് ശേഷം അത്ര കാര്യമായ പ്രവർത്തനങ്ങളൊന്നും തന്നെ LTTEയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ അത്തരത്തിലുള്ളൊരു നീക്കം, ആ സംഘടന ശക്തിപ്പെടുത്താനും സമാനമായ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിനൊക്കെ ശ്രമമുണ്ട് എന്നൊരു ധാരണ അല്ലെങ്കിൽ എന്നൊരു സൂചന എന്തായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മുന്നിലുണ്ട്. അതുതന്നെയാണ് ഇത്തവണത്തെ നിരോധനം 5 വർഷത്തേക്ക് നിരോധനം നീട്ടുമ്പോൾ അതുകൂടി പരിഗണിച്ചാണ് ഈ ഒരു നിരോധനം നീട്ടിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുജ, LTTE നിരോധനം 5 വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച ജില്ലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. രോഗബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകളിലും ക്ലോറിനേഷൻ നടത്തും. ഭക്ഷ്യസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ഹെൽത്ത് കാർഡ് പരിശോധന കർശനമാക്കാനും നിർദ്ദേശമുണ്ട്. ഷഹദ് റഹ്മാൻ വിവരണമായി. ഷഹദ്, ജാഗ്രത പാലിക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്? അനുജ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും. കാരണം ഇപ്പോൾ പ്രധാനമായിട്ടും നടക്കുന്ന പരിശോധനകൾ എന്ന് പറയുന്നത് ഈ ഭക്ഷ്യസാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ വ്യാപകമായിട്ട് പരിശോധന നടത്തുന്നുണ്ട്. ശുചിത്വമില്ലാതെ ഇത്തരത്തിൽ കച്ചവടം നടത്തുന്ന കടകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മഞ്ഞപ്പിത്തം വ്യാപകമായിട്ട് ഇടങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം മേഖലകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ വ്യാപകമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇത്തരത്തിൽ നിത്യരോഗികളായിട്ടുള്ള, അതുപോലെ തന്നെ സ്ഥിരമായി ഗുളികകൾ കഴിക്കുന്ന ഹൃദ്രോഗികളായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേക പരിചരണം നൽകാൻ ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടി സ്വീകരിച്ച് വരികയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ഏകദേശം 600ഓളം ആളുകളാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്, അല്ലെങ്കിൽ ഈ രോഗം ബാധിച്ച ചികിത്സയിലുള്ളത്. ഇത്തരക്കാർക്ക് പ്രത്യേക പരിചരണം നൽകുകയും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ വേണ്ട സഹായങ്ങൾ നൽകാനും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. കൂടാതെ DMOയുടെ നേതൃത്വത്തിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അവലോകന യോഗം ചേരാനും ഏതെങ്കിലും ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ രോഗം പടർന്നു പിടിക്കുന്നുണ്ടെങ്കിൽ ഉടനടി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജില്ലയിലാകെ ജാഗ്രതാ നിർദ്ദേശമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇനി മഴക്കാലം കൂടി വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പും പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. മലപ്പുറത്താണ് മഞ്ഞപ്പിത്ത പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ലൈവ് ന്യൂസ് തുടരുന്നു. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും സംയുക്ത റാലി തുടങ്ങി. അഖിലേഷ് യാദവ് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. पर्यटन स्थान बना रही थी। जैन समाज के लोग पहली बार सड़कों पे आए थे भारतीय जनता पार्टी के खिलाफ, इसलिए मदद करोगे आप लोग? मुझे पूरा भरोसा है कि इस बार झांसी हमीरपुर से इंडिया गठबंधन के प्रदीप जैन जी, जिनका चुनाव चिन्ह आपको याद है कि नहीं याद है? कांग्रेस पार्टी का चुनाव चिन्ह है, याद है आपको? और हमारे दूसरे साथी साइकिल वाले हैं, पंजा और साइकिल दोनों साथ आ गए।
जिताओगे आप लोग? चलिए मदद करना इनकी और अच्छे वोटों से जिताना। मैं वो बात नहीं कहना चाहता हूं कि डिफेंस कॉरिडोर के नाम पर आपको धोखा दिया इन्होंने। जहां ये लोग कह रहे थे बम बनाएंगे, मिसाइल बनाएंगे, टैंक बनाएंगे, बताओ इन्होंने सुतली वाला बम भी बनाया हो तो बता दो आप। बताओ बुंदेलखंड को धोखा दिया कि नहीं दिया? बुंदेलखंड के किसानों के खेतों के पैसे को भारतीय जनता पार्टी ने अपनी जेब में रख लिया। इसलिए इनको सबक सिखाना, मदद करना, यही आपसे मैं निवेदन करने आया। बहुत बहुत बधाई आपको। ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണ് ഇന്ത്യ മുന്നണിയുടെ സംയുക്ത റാലി. അത് SP കോൺഗ്രസ് സംയുക്ത റാലിയാണ്. ഇപ്പോൾ അഖിലേഷ് യാദവാണ് സംസാരിച്ചത്. വയനാട് പടിഞ്ഞാറത്തറ 16-ാം മൈലിൽ സാമൂഹിക വിരുദ്ധർ വാഴകൃഷി വെട്ടി നശിപ്പിച്ചു. 800-ലധികം വാഴകളാണ് നശിപ്പിച്ചത്. പടിഞ്ഞാറത്തറ പോലീസ് അന്വേഷണം തുടങ്ങി. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ പറഞ്ഞു. കുറച്ചൊന്നും കുറയ്ക്കാത്ത കുറേ വാഴ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇറിഗേഷൻ ഉപയോഗിക്കുന്ന പൈപ്പുകൾ വരെ മുറിച്ചിട്ടുണ്ട്. മെഷീൻ വാൾവോ വെച്ചാണെന്ന് ഞങ്ങൾക്കൊരു സംശയം. കാരണം അതേപോലെയാണ് മുറിഞ്ഞിരിക്കുന്നത്. കത്തിയുണ്ട്. ഒരാൾ കൊണ്ടൊന്നും ചെയ്തല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വിളവെടുപ്പാൻ ആയിട്ടേ ഉള്ളൂ. മൂത്തതുണ്ട്, മൂക്കാത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നൊരു കണ്ടീഷനുള്ള വാഴകളല്ല അത്. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നിനും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കൊരു മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പറ്റുന്ന കോലത്തിലായിട്ടില്ല. 800ഓളം വാഴകൾ ഞങ്ങളിപ്പോൾ മുറിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ കംപ്ലീറ്റ് ഞങ്ങൾക്ക് നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത്. നിലവിലെ വില വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു 2 ലക്ഷത്തിൻ്റെ മേലെ ഈ നിലവിലെ വില വെച്ച് ഞങ്ങൾക്കുണ്ട്, നഷ്ടമുണ്ട്. ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടാണ് ചെയ്തതാണ് ഞങ്ങൾക്കിത്. അപ്പോൾ ഇത് എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, അവരന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്കൊരു തുമ്പ് കിട്ടിയിട്ടില്ല എവിടെ നിന്നാണ് എന്താണെന്നുള്ളത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, ഇത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലേക്ക് ഒരു പ്രവൃത്തി നടത്തിയിട്ടുള്ളത് എന്നതാണ്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ സാമൂഹ്യ വിരുദ്ധർ എന്നതിന്റെ എന്തെങ്കിലും ഊഹമുണ്ടോ ഈ കർഷകർക്ക്? ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അനുജ. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വയനാട് പടിഞ്ഞാറത്തറ 16-ാം മൈലിലാണ് കർഷകരുടെ വാഴകൾ വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. 800-ലധികം വാഴകൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അത് ബ്ലേഡ് പോലെ എന്തോ ഉപയോഗിച്ചുകൊണ്ട് വെട്ടിയ നിലയിലാണ് കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ജോർജ് ചക്കാലക്കൽ, അതോടൊപ്പം തന്നെ ബിനു കളപ്പുരക്കൽ എന്നിവരും ഒപ്പം തന്നെ ബഷീർ കോട്ടോളി എന്ന ആളും ചേർന്ന് നടത്തിയ കൃഷിയാണിത്. ഈ ബഷീറിന്റെ ഉടമസ്ഥയിലുള്ള പറമ്പാണ്. ആ പറമ്പിലാണ് വാഴകൾ കൃഷി എടുത്തത്. ഇതിൽ കുലച്ചതും മൂപ്പത്തിയതുമായ വാഴകളാണ് ഇപ്പോൾ വെട്ടി നശിപ്പിച്ചിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പടിഞ്ഞാറത്തറ പോലീസ് കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആരാണ് ഇത് ചെയ്തതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ഉണ്ടായതായാണ് കർഷകർ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. അനുജ, വയനാട് പടിഞ്ഞാറത്തറ 16-ാം മൈലിലാണ് വാഴകൃഷി വെട്ടി നശിപ്പിച്ചു എന്ന പരാതി ഉയർന്നത്. സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിലേക്കൊരു അതിക്രമം കാട്ടി എന്നുള്ളതാണ് കർഷകരുടെ പരാതി. 800-ലധികം വാഴകൾ നശിപ്പിച്ചു. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നതാണ് കർഷകർ പറയുന്നത്. പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം തുടങ്ങി. കോട്ടയം ഇല്ലിക്കലിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർക്ക് ഗുരുതര പരുക്ക്. ഓട്ടോ ഡ്രൈവർ, ആലപ്പുഴ സ്വദേശി ജോയ്, യാത്രക്കാരൻ മണിയൻ എന്നിവർക്കാണ് പരുക്കേറ്റത്. ടോബി, അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? രാവിലെ 10:30-ക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ചേർത്തലയിൽ നിന്നും ഇല്ലിക്കലിലെ ഒരു മരണാനന്തര ചടങ്ങിന് ഭക്ഷണം കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഓട്ടോ വന്നത്. ആ ഓട്ടോയ്ക്കാണ് എതിർ ദിശയിൽ നിന്നും വന്ന ഒരു കാർ നിയന്ത്രണം നഷ്ടമായി നേരെ വന്ന് ഈ ഓട്ടോയിലേക്ക് ഇടിക്കുന്നത്. കാർ വരുന്നത് കണ്ട് ഈ ഓട്ടോ വാഹനം വെട്ടിച്ച് റോഡിന്റെ സൈഡിലേക്ക് മാറ്റിയെങ്കിലും വാഹനം നേരെ വന്ന് ഈ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. അത് ആലപ്പുഴ സ്വദേശികളാണ്. ഇവർ 2 പേരെയും, ജോയ് അതുപോലെ തന്നെ മണിയൻ, ഈ 2 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ കാർ യാത്രക്കാരൻ തന്നെയാണ് ഇവരെ ആശുപത്രിയിലേക്ക് തുടർന്ന് കൊണ്ടുപോയത്. ആശുപത്രിയിൽ എത്തിയപ്പോൾ ഈ കാർ ഓടിച്ചിരുന്ന ആൾക്ക് നേരിയ തോതിലുള്ള ഒരു ദേഹാശ്വാസം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇയാളെയും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു നെഞ്ചുവേദന ഉണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടമായിരുന്നു. ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്, കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അനുജ, കോട്ടയം ഇല്ലിക്കലിൽ ഉണ്ടായ വാഹനാപകടത്തിന്റെ വിവരങ്ങളാണ് ടോബി ജോൺസൺ നൽകിയത്.
CPIM ഭരിക്കുന്ന കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വൻ തട്ടിപ്പ്. അംഗങ്ങളുടെ പേരിൽ 4.56 കോടിയുടെ സ്വർണ്ണ വായ്പയെടുത്ത് സെക്രട്ടറി കെ രതീശൻ മുങ്ങി. CPIM മുള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗമാണ് രതീശൻ. കുറ്റവാളിയെ സംരക്ഷിക്കില്ലെന്നും സ്വർണം ഉടമകൾക്ക് തിരികെ നൽകുമെന്നും CH കുഞ്ഞമ്പു MLA പറഞ്ഞു. നിക്ഷേപകർക്ക് പരിഭ്രാന്തിയില്ലാത്ത രൂപത്തിൽ അവർക്ക് പണം തിരിച്ചു കിട്ടുമെന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അപ്പോൾ പരമാവധി ഈ നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നഷ്ടപ്പെടില്ല, തിരിച്ചു പിടിക്കും, എന്തായാലും തിരിച്ചു പിടിക്കും. ഇനി ഏത് സാഹചര്യം അങ്ങനെ തിരിച്ചു പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും നടപടി കൊടുക്കും. അതോടൊപ്പം നിക്ഷേപകരായ ആളുകൾക്ക് എന്തായാലും ഒരു ഉത്കണ്ഠ ഉണ്ടാവും, ഞങ്ങളുടെ പണം പോയോ എന്നുള്ളതും സ്വർണ്ണം നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളതും. അവർക്ക് മുഴുവൻ അവരുടെ സ്വർണവും പണവും തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിനും ഞങ്ങൾക്കും സെക്രട്ടറി മാത്രമേ ഞങ്ങൾക്കിപ്പോൾ കിട്ടിയ വിവരം വെച്ചുള്ളൂ. സെക്രട്ടറി ഒരാൾ. ഇതിലാരെങ്കിലും കൂട്ടുന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയും ഒരു പോലീസ് കൂടി അന്വേഷിക്കണം. അപ്പോൾ ഞങ്ങളുടെ മാത്രം അന്വേഷണത്തിൽ വരുന്ന കാര്യമല്ല. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ, വീണ്ടും CPIMനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ഇതിൽ രതീശൻ എവിടെയാണ് എന്നത് കണ്ടെത്താൻ കഴിഞ്ഞോ? ഇയാൾക്കെതിരെ പാർട്ടി എന്ത് നടപടി സ്വീകരിച്ചു? അനുജ, നിലവിൽ രതീശൻ എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഇയാൾ ഒളിവിലാണ് എന്ന വിവരമാണ് ഇപ്പോൾ പോലീസും പങ്കുവെക്കുന്നത്. എന്തായാലും ഇയാൾക്കെതിരെ പാർട്ടി നടപടിയെടുത്തിരിക്കുന്നു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചിരിക്കുന്നു. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 4.76 കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്ന് ബാങ്ക് പ്രസിഡന്റ് ആദൂർ പോലീസിൽ പരാതി നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കുന്നത്. പക്ഷേ ഈ വിവരമൊക്കെ പുറത്തു വരുന്ന ഒരു സമയത്ത് ചില അസ്വാഭാവികത ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നു, ചില സംശയങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഏകദേശം ജനുവരി മാസത്തിൽ ഈ തട്ടിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ജില്ലയിലെ കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതാക്കന്മാരുൾപ്പെടെ പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു സാമ്പത്തിക വർഷം കഴിയുന്ന സമയത്ത് ഓഡിറ്റിംഗ് നടത്തിയിട്ടും ആ ഓഡിറ്റിങ്ങിലൊക്കെ ഈ ക്രമക്കേട് വീണ്ടും കണ്ടെത്തിയിട്ടും എന്തുകൊണ്ടാണ് ഈ കേസ് കൊടുക്കുവാനും ഈ സെക്രട്ടറിക്കെതിരെ കേസെടുക്കാനും മെയ് മാസം വരെ കാത്തിരുന്നത്, അതായത് ഇന്നലെ വരെ കാത്തിരുന്നത് എന്നത് അതിലൊരു ദുരൂഹത നിലനിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. CPIM ഈ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ, ഈ ബാങ്ക് സെക്രട്ടറിക്കെതിരെ നടപടിയെടുത്തു. അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് എന്ന വിവരം പുറത്തു വരുന്നു. എന്തായാലും ശക്തമായ നിലയിലുള്ള അന്വേഷണം വേണം, സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ നേതാക്കളും പറയുന്നത്. വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. തട്ടിപ്പിന് അവർ ഉപയോഗിച്ച രീതി 3 രീതിയാണ്. ഒന്ന്, ഇല്ലാത്ത ആളുകളുടെ പേരിൽ സ്വർണ്ണ വായ്പ എടുക്കുക. പിന്നെ ഈ അപെക്സ് ബാങ്ക്, അതായത് കേരള ബാങ്ക് നൽകിയ വായ്പ, ആ തുക ഉൾപ്പെടെ ഈ ബാങ്കിൽ നിന്ന് കടത്തിക്കൊണ്ടു പോവുക. മറ്റൊന്ന്, ഈ ബാങ്കിലുള്ള സ്വർണം മുഴുവൻ, അതായത് പണയം വെച്ച സ്വർണം മുഴുവൻ പട്ടാപ്പകൽ ഈ സെക്രട്ടറി ബാങ്കിൽ നിന്ന് കടത്തുക. ഇങ്ങനെ 3 രീതിയിലാണ് ഈ തട്ടിപ്പ് പ്രധാനമായും നടന്നിരിക്കുന്നത്. പ്രാഥമികമായ അന്വേഷണത്തിൽ 4.76 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെങ്കിലും ഒരു സമഗ്രമായ അന്വേഷണം നടത്തിയാൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ളൊരു കൊള്ള ബാങ്കിൽ നടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അനുജ, കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് വലിയ തട്ടിപ്പ് നടന്നത്. അംഗങ്ങളുടെ പേരിലുള്ള സ്വർണ്ണ വായ്പ, അത് 4.56 കോടിയുടെ സ്വർണ്ണ വായ്പ എടുത്ത് സെക്രട്ടറി മുങ്ങി എന്നുള്ളതാണ്. CPIMന് മുള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ രതീശനാണ് മുങ്ങിയത്. രതീശൻ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടില്ല, അത് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അയാൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം പാർട്ടി ഒരുക്കി എന്ന വിമർശനവുമായി BJP രംഗത്തെത്തുന്നു. ഒപ്പം കോൺഗ്രസ് ഈ വിഷയം വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ലൈവ് ന്യൂസിലേക്ക്. കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ സ്വകാര്യ പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. 12 മണിക്കൂർ പിന്നിട്ടിട്ടും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടില്ല. കോഴിക്കോട്ട് നിന്ന് രാഹുൽ സുരേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. രാഹുൽ, തീ അണയ്ക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും കൂടുതൽ നാശനഷ്ടത്തിൻ്റെയൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഇത്ര സമയമായിട്ടും എന്തുകൊണ്ട് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അനുജ, തീ അണയ്ക്കാനുള്ള ശ്രമം 16 മണിക്കൂർ പിന്നിടുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ പൂവാട്ടുപറമ്പിലെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിലാണ്. ഇപ്പോഴും വലിയ രീതിയിലുള്ള തീയും പുകയും ഇവിടെ ഉണ്ട്.
10-ലധികം യൂണിറ്റുകൾ തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 20 ടണ്ണിലധികം പ്ലാസ്റ്റിക്കിന്റെ കൂമ്പാരം ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനുള്ളിലേക്ക് ഇപ്പോൾ 2 JCBകളുടെ സഹായത്തോടെ ഈ പ്ലാസ്റ്റിക് വകഞ്ഞു മാറ്റിയ ശേഷം ഫയർഫോഴ്സ് യൂണിറ്റ് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട പോലെ രാവിലെ ഈ ഭാഗത്തെ തീ അണച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോയതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്ത് വീണ്ടും തീയും പുകയും ഉയരുന്നതാണ് നിലവിലെ സാഹചര്യം. ഈ പ്രദേശത്തുള്ള ആളുകളോട് കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് ഫയർഫോഴ്സും അതോടൊപ്പം ആരോഗ്യ വകുപ്പും ഈ ഘട്ടത്തിൽ പറയുന്നത്. കാരണം പ്ലാസ്റ്റിക് കൂമ്പാരമാണ്, വിഷപ്പുകയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണം എന്നാണ് പറയുന്നത്. ഇനിയും മണിക്കൂറുകൾ എടുക്കുമെന്നാണ് ഫയർഫോഴ്സുമായി ബന്ധപ്പെടുമ്പോൾ ഈ തീയണയ്ക്കാൻ ഇനിയും മണിക്കൂറുകൾ എടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോഴും എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്ന് സംബന്ധിച്ച ഒരു യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം 4 മാസം മുമ്പ് ഇതേ സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായതാണ്. അന്ന് കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു, ഇത്തരം സാധനങ്ങൾ ഉള്ളതിനാൽ തീപിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയതാണ്. പക്ഷെ അത് പാലിക്കാത്തതാണ് വീണ്ടും 4 മാസം പിന്നിടുമ്പോൾ തീപിടിക്കാൻ കാരണമെന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി ശ്രമം ആരംഭിച്ചതാണ്. പ്രതികൂല കാലാവസ്ഥയായിരുന്നു, രാവിലെ കനത്ത മഴയുണ്ടായിരുന്നു. അപ്പോഴും ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും തുടരുന്നൊരു കാഴ്ച കൂടിയാണ് ഇവിടെ നിന്നും ഉള്ളത്. ഇനി മണിക്കൂറുകൾ എടുക്കും ഈ തീ നിയന്ത്രണ വിധേയമാകാൻ എന്നാണ് ഇവിടെ നിന്നും മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ തീ പൂർണ്ണമായും അണച്ച ശേഷമായിരിക്കും എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്ന് സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടക്കാൻ പോകുന്നത്. അനുജ, ഇന്നലെ രാത്രിയാണ് കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ സ്വകാര്യ പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായത്. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളതാണ്. ഇത് വിഷപ്പുകയാണ്, പ്ലാസ്റ്റിക്കിന്റെ പുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി അധികൃതർ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, CPIM ഭരിക്കുന്ന രാമങ്കരി പഞ്ചായത്തിൽ ഭരണകക്ഷി അംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസിന്റെ അവിശ്വാസം പാസായി. 4 CPIM അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. CPIM വിമത നേതാവ് രാജേന്ദ്രകുമാറിനെ പുറത്താക്കാനാണ് ഭരണം അട്ടിമറിച്ചത്. 25 വർഷമായി CPIM തുടർച്ചയായി ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ഭരണം നഷ്ടമായത്. ആകെ 13 അംഗങ്ങളിൽ 8 പേർ അവിശ്വാസത്തെ പിന്തുണച്ചു. CPIMുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്ന് R. രാജേന്ദ്രകുമാർ പറഞ്ഞു. CPIMുമായിട്ടുള്ള എല്ലാവിധ ബന്ധവും 5 മിനിറ്റ് മുമ്പ് അവസാനിപ്പിച്ചു. മാനസികമായി 6 മാസം മുമ്പ് അവസാനിപ്പിച്ചതാണ്. എന്താണ് അതിന് അടിസ്ഥാനപരമായ കാരണമെന്ന് വളരെ കൃത്യമായി ഞാൻ നിങ്ങളോടൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഒരു കാരണവശാലും CPMൽ നിൽക്കാൻ കഴിയില്ല, അവർ നിർത്തില്ല, പറയുന്ന കാരണങ്ങളൊന്നും പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടനാട്ടിൽ 300ഓളം ആളുകൾ CPM വിട്ടത്. സാങ്കേതികമായി ഞങ്ങൾ ചുറ്റിയരിവാൾ നക്ഷത്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങൾ തുടർന്നു. ഇതിനു മുമ്പേ രാജിവെച്ച് CPIയുടെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങണം എന്ന് CPIയുടെ ജില്ലാ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞതാണ്. തൽക്കാലം നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി അതൃപ്തി പുകയുകയാണ്. ഇതിൽ വിഭാഗീയതയുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ എന്താണ് നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? കാരണം പാർട്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്ത് അവിടെ ഭരണം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നത് CPIM എന്നതിലൊക്കെ ഒരു ഇടപെടൽ ഉണ്ടാകുമോ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന്? അനുജ, നേതൃത്വം പരസ്യമായി ഈ 4 CPIMന്റെ 4 അംഗങ്ങളെ പിന്തുണച്ച അംഗങ്ങളെ പരസ്യമായി തള്ളിപ്പറയുന്നുമില്ല, പിന്തുണയ്ക്കുന്നുമില്ല. നിലവിൽ പാർട്ടി ഈ വിഷയത്തിൽ പാർട്ടിയെ ഇതിന് പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം ഈ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളുകളായി അവിടെ തുടരുന്ന വിഭാഗീയ പ്രശ്നങ്ങൾ. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒക്ടോബർ സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ തന്നെ കുട്ടനാട്ടിൽ മാത്രം 300ഓളം പ്രവർത്തകരാണ് CPIയിൽ ചേർന്നത്, CPIയും വിട്ട് CPIയിൽ ചേർന്നത്. അതിന് നേതൃത്വം നൽകിയ വിമത പക്ഷത്തെ എങ്ങനെയും ഒതുക്കുക എന്ന CPM ജില്ലാ ഔദ്യോഗിക നേതൃത്വത്തിന്റെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ നീക്കം. കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് തങ്ങൾ 25 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്തിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിലേക്ക് CPIനെ കൊണ്ടെത്തിച്ചതിന്റെ കാരണം ഇതാണ്. 13 അംഗങ്ങളിൽ 9 അംഗങ്ങൾ പ്രതിനിധികളാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാമങ്കരി പഞ്ചായത്തിൽ പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ CPMന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. അതിൽ 4 പേരാണ്, അതായത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള 4 പേരാണ് ഈ പ്രമേയത്തിൽ
പിന്തുണച്ച് രംഗത്ത് എത്തിയിട്ടുള്ളത്. ഇതിനെ CPI പരസ്യമായി CPM-നെ വിമർശിക്കുന്നുണ്ട്. CPI-യിലേക്കാണ് ഈ രാജിവെച്ച അല്ലെങ്കിൽ പുറത്ത് പഞ്ചായത്തിൽ നിന്നും ഭരണത്തിൽ നിന്നും പുറത്തുപോയ R. രാജേന്ദ്രകുമാർ അടക്കമുള്ള വിമതപക്ഷത്തെ CPM-ലെ വിമതപക്ഷത്തെ നേതാക്കൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് CPI-യിലേക്കാണ്. അതായത് മുന്നണി സംവിധാനത്തിന് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം പോലും വേണ്ട എന്ന് വെച്ച നിലപാടുള്ള പാർട്ടിയാണ് CPI. പക്ഷേ അത്തരം ധാർമ്മിക നിലപാട് CPIM കുട്ടനാട്ടിൽ എടുത്തില്ല. കേവലം ഒരു വിഭാഗീയ പ്രശ്നത്തിന്റെ പേരിൽ തങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്ത് പോലും അട്ടിമറിക്കാൻ കൂടെ നിന്നു എന്നതാണ്. അനുജ സൂചിപ്പിച്ചതുപോലെ ജില്ലാ നേതൃത്വം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ഇടപെട്ടിട്ടും പരിഹാരമാകാത്ത വിഷയമായതുകൊണ്ടാണ് വിഭാഗീയ പ്രശ്നങ്ങളിൽ പല കാര്യങ്ങളും അവിടെ നടന്നത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി R. നാസർ ഒപ്പം തന്നെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കൾ അടക്കം ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണം. ഒപ്പം തന്നെ രാഷ്ട്രീയപരമായി കൂടിയുള്ള മറുപടി അവർ ഈ വിഷയത്തിൽ പറയേണ്ടി വരും. അനുജ, രാമങ്കരി പഞ്ചായത്ത് ഭരണമാണ് CPM-ന് നഷ്ടമായത്. അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസിനൊപ്പം 4 CPIM അംഗങ്ങൾ കൂടി പിന്തുണച്ചതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുന്നു. അദ്ദേഹം CPI-യിൽ ചേരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിക്ക് കുരുക്ക്. കേസിൽ പാർട്ടിയെ പ്രതി ചേർക്കുമെന്ന് ED. ഡൽഹി ഹൈക്കോടതിയിലാണ് ED ഇക്കാര്യം അറിയിച്ചത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, എനിക്കൊന്നു ഈ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകാം ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു കേസിൽ പ്രതി ചേർക്കുന്നത്. ED എന്താണ് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്? അനുജ, തീർച്ചയായും അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു അന്വേഷണ ഏജൻസി ഒരു കേസിൽ, ഒരു അഴിമതി കേസിൽ എന്നല്ല, ഒരു കേസിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ചേർക്കാൻ ഒരുങ്ങുന്നത്. ഇന്ന് ഡൽഹി ഹൈക്കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആം ആദ്മി പാർട്ടിയെ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പ്രതി ചേർക്കാൻ പോകുന്നു എന്ന് അറിയിച്ചത്. ഡൽഹിയിലെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലായിരുന്നു ഇത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അധിക കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും ആം ആദ്മി പാർട്ടിയെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചത്. കാരണം പാർട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കൾ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ, ഒപ്പം തന്നെ പാർട്ടിയുടെ രണ്ടാമനായ മനീഷ് സിസോദിയ അടക്കമുള്ളവർ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പ്രതിപട്ടികയിലുണ്ട് എന്നാണ് ED കോടതിയെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ അധിക കുറ്റപത്രത്തിൽ ഈ പാർട്ടിയുടെ പേരും ഉൾപ്പെടുത്തും എന്നാണ് ഈ അന്വേഷണ ഏജൻസി അറിയിച്ചിരിക്കുന്നത്. കൂടാതെ മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷയെ ED കടുത്ത എതിർപ്പാണ് ഉന്നയിച്ചിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും കൂടുതൽ തെളിവുകൾ, പണ ഇടപാടുമായി ബന്ധപ്പെട്ട അടക്കമുള്ള തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് എന്നുമാണ് ED കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അനുജ, ആം ആദ്മി പാർട്ടിയെ മദ്യനയ അഴിമതി കേസിൽ പ്രതി ചേർക്കുമെന്ന വിവരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ചത്. ഇതാദ്യമായാണ് ഏതെങ്കിലും ഒരു കേസിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പ്രതി ചേർക്കുന്നത്. തിരികെ ലൈവ് ന്യൂസിലേക്ക്. ഭീമ കൊറേഗാവ് കേസിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗൗതം നവ്ലഖയ്ക്ക് ജാമ്യം. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 2020 ഏപ്രിൽ 14 ഗൗതം നവ്ലഖ അറസ്റ്റിലായത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇതിന്റെ വിചാരണ അനന്തമായി നീണ്ടുപോകുന്നു. ഒപ്പമുള്ളവർക്കൊക്കെ ജാമ്യം നൽകി. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണോ കോടതിയുടെ നടപടി? അനുജ, തീർച്ചയായും ഗൗതം നവ്ലാഖയുടെ പ്രായം, ഒപ്പം തന്നെ ഈ കേസിലെ വിചാരണ, അദ്ദേഹത്തിനൊപ്പം തന്നെ പ്രതി ചേർക്കപ്പെട്ട ആളുകൾക്കെല്ലാം തന്നെ ജാമ്യം ലഭിച്ചിരിക്കുന്നു. വിചാരണ അനന്തമായി നീണ്ടുപോകുന്നു എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. ഒപ്പം തന്നെ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് NIA ഇദ്ദേഹത്തിന് നേരത്തെ 2023 ഡിസംബറിൽ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വിധിക്ക് എതിരായ NIAയുടെ ഹർജിയായിരുന്നു. ഇതിൽ NIAക്ക് എതിരായി കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ്, മുംബൈ ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചത്. കഴിഞ്ഞ 2020 ഏപ്രിൽ 14 അദ്ദേഹത്തെ ഭീമ കൊറേഗാവിലെ സ്ഫോടന കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലാകുന്നത്. തുടർന്ന് 2022 അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ പ്രായവും ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് വീട്ടുതടങ്കലിലേക്ക് മാറ്റിയിരുന്നു. ഈ കഴിഞ്ഞ കാലയളവിൽ വീട്ടുതടങ്കലിലായിരുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് 20 ലക്ഷം രൂപ ജാമ്യത്തുകയായി അടയ്ക്കാനുള്ള നിർദ്ദേശവും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ഈ ഹൈക്കോടതി ജാമ്യം നൽകുന്ന ഘട്ടത്തിൽ മതിയായ തെളിവുകൾ ഈ ഘട്ടം വരെ അദ്ദേഹത്തിനെതിരായി ഹാജരാക്കാൻ കഴിയില്ല എന്ന
നിരീക്ഷണവും നടത്തിയിരുന്നു. ഇതുകൂടി സുപ്രീം കോടതി ശരിവച്ചിരിക്കുകയാണ് അനുജ. ഭീമ കൊറേഗാവ് കേസിലാണ് ഗൗതം നവ്ലാഖയ്ക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. നേരത്തെ ബോംബെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ആ നടപടി കോടതി ശരിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നരേന്ദ്രമോദിയെ അനുഗമിച്ചു. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി മോദി ഗംഗയിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. കാലഭൈരവ ക്ഷേത്രത്തിലും ദർശനം നടത്തി. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർക്കെ വിവരങ്ങൾ. ഗംഗ സപ്തമി ദിവസമായിട്ടുള്ള ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഗംഗാ സപ്തമി ദിവസം ആയതുകൊണ്ട് തന്നെ ഗംഗയിൽ പ്രാർത്ഥനകൾ നടത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഇന്നത്തെ പരിപാടികൾ ആരംഭിച്ചത്. കാലഭൈരവ ക്ഷേത്രത്തിലും മോഡി ഘട്ടിലും അദ്ദേഹം സന്ദർശനം നടത്തി. അതിനുശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കളക്ടറേറ്റിലേക്ക് എത്തിയത്. 11:40 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ പത്രിക സമർപ്പിച്ച് സ്ഥാനാർത്ഥി സത്യവാചകം ചൊല്ലി വളരെ ശക്തമായിട്ടുള്ള പ്രചരണം സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാരണാസി BJP ഉള്ളത്. വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ അടുത്ത ദിവസങ്ങളിൽ BJPയുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നത് ഈ വാരണാസിയിൽ ഉണ്ടാകും. ഇന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ രുദ്രാക്ഷ കൺവെൻഷൻ സെന്ററിൽ BJPയുടെ പ്രവർത്തകരടക്കമുള്ളവരുമായിട്ട് ആ തെരഞ്ഞെടുപ്പ് പരിപാടികൾ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇതിനു ശേഷം ഓരോ മണ്ഡലങ്ങൾ തിരിച്ച് ഈ നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ച് ചുമതലകൾ അടക്കമുള്ള ഓരോ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിലാകും ഈ പ്രവർത്തനം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഓരോ നിയമസഭാ മണ്ഡലത്തിലും പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഒരു കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം നടത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ലൈവ് ന്യൂസ് അവസാനിക്കുന്നു.